ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ കുറേ ലൈവിൽ ഞാൻ കയറുന്നുണ്ട്. ലൈവിൽ കയറുമ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുമ്പോൾ കുറേ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മീര കൂട്ടാക്കാമോ. എല്ലാവരും കൂട്ടാക്കാനും ഞാൻ തയ്യാറാണ്. ഒരു ചാനൽ തുടങ്ങി നമ്മൾ ഒരു സ്റ്റെപ്പിലോട്ട് വരാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അത്ര ഈസി അല്ല നമ്മളൊരു ചാനൽ കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം വരണം. അപ്പോൾ അത്ര ഈസി ആയിട്ട് കുറേ പേര് ഇങ്ങനെ പറയും, എന്താണ് അങ്ങനെ ഫോണ് തുറന്നു വെച്ച് ഇങ്ങനെ ഇരുന്നാൽ മതി എന്ന്. അങ്ങനെ ഇരുന്നത് കൊണ്ട് ഒന്നും കിട്ടില്ല. അതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. കുറേ പേർക്ക് അത് പറയുന്നവർക്ക് പറയാം എന്നല്ലാതെ അങ്ങനെയല്ല, വെറുതെ ഇരുന്നത് കൊണ്ടൊന്നും ഒന്നും ആവില്ല. അത് പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ, കുറേ പേര് കൂട്ടാക്കാമോ എന്ന് ചോദിക്കുന്നതിലാണ്. അപ്പം ഞാൻ കൂട്ടാക്കുന്നതിൽ നമ്മൾ ഒരാളെ കൂട്ടാക്കി കഴിഞ്ഞാൽ ആ കൂട്ട് അവർക്ക് കിട്ടണം, ഉപയോഗമുള്ള പോലെ വേണം. അല്ലാതെ ചുമ്മാ പറഞ്ഞു എങ്കിൽ പോയി എന്ന് കൂട്ടാക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് ആ കൂട്ട് അവിടെ കിട്ടാനും പോകുന്നില്ല. ഇപ്പോൾ കുറേ പേരുടെ ലൈവിൽ, പ്രത്യേകിച്ച് മലയാളികളുടെ ലൈവാണെങ്കിൽ ഞാനത് പറയാറുണ്ട്. ഒരു ലൈവിൽ കയറി നമ്മളങ്ങ് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് ലൈവുകൾ പല ഭാഷയിലും കാണും. എല്ലാത്തിലും ഗുഡ് മോർണിംഗ്, അവിടെ പോയി സബും എന്താ പറയുക, അവരുടെ 2-3 ഷോട്ടിലൊക്കെ ആ സബ് കിട്ടാനായിട്ട് 2-3 നമുക്കെല്ലാം ഫോളോ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 4 ഷോട്ടെങ്കിലും ഞാൻ കണ്ട് അതിലെല്ലാം ലൈക്ക് കമൻറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. കാരണം ആ സബ്സ്ക്രിപ്ഷൻ അവിടെ നിലനിൽക്കണം എന്നുള്ളതുകൊണ്ട്. അപ്പം ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, കുറേ പേര് കൂട്ടാക്കുമോ എന്ന് ചോദിക്കുന്നതിൽ നമ്മളങ്ങ് അവരുടെ ചാനലിൻ്റെ ഒരു പേരിൽ പോയി നമ്മൾ സബ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കൂട്ട് അവിടെ കിട്ടില്ല. കുറേ പേർക്ക് ഇത് അറിയില്ലെന്ന് തോന്നുന്നു. ഇപ്പം മലയാളികളുടെ ലൈവ് ആകുമ്പോൾ ഞാൻ ഒരു പാരഗ്രാഫ് അവർക്ക് എഴുതിയിടാറുണ്ട്. നിങ്ങൾ എൻ്റെ ലൈവിലേക്ക് വരൂ, ഒരു 7:30, നേരത്തെ 9 മണിക്കായിരുന്നു. അപ്പോൾ ഞാൻ പറയാറുണ്ട് 9 മണിക്ക് ലൈവ് ഉണ്ട്, ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറേ പേര് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളത് ഫോളോ ചെയ്യും, അപ്പോൾ വരുമെന്ന് പറയാറുണ്ട്. ഇന്നും കൂടെ ഞാൻ കുറേ ലൈവിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞു 7:30ക്കാണ്, ഇപ്പോൾ എൻ്റെ ടൈം മാറ്റിയപ്പോൾ 7:30ക്കാണ്, നിങ്ങൾ വരൂ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയും. അങ്ങനെ ചോദിച്ചവരുടെ അടുത്തൊക്കെ ഞാൻ അവരുടെ മീര കൂട്ടാക്കുമോ എന്ന് പേരെടുത്ത് ചോദിച്ചവരുടെ ഞാൻ ലൈവിൽ അവരുടെ ചാനലിൽ കയറി സബ് ചെയ്ത് ഒരു 4 ഷോട്ടെങ്കിലും ഞാൻ അത് കണ്ട് ലൈക്ക് ചെയ്ത് അവിടെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ കമൻറ്റ് ചെയ്യുന്നത് നമ്മളവിടെ കയറി എന്നുള്ളതാണ്, അവർക്ക് അറിയണമല്ലോ. അല്ലാതെ സബ് ചെയ്തുകൊണ്ടും ലൈക്ക് ചെയ്തുകൊണ്ടും ആ സബ്സ്ക്രിപ്ഷൻ കിട്ടണം എന്നുള്ളതില്ല, അല്ലെങ്കിൽ അവർക്ക് അറിയണം എന്നുള്ളതില്ല. അപ്പം 4 വീഡിയോയ്ക്ക് താഴെ ഷോർട്ട് വീഡിയോ ആകുമ്പോഴേ നമുക്ക് 4 എണ്ണമൊക്കെ കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് കമൻറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്, അത് അവർക്ക് അറിയാനും വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു ചാനലിൽ കയറി സബ് ചെയ്ത് പിന്നെ ഒരു വീഡിയോ കണ്ട് അവിടെ ഒരു ലൈക്ക് ചെയ്തുകൊണ്ടും ഒരു കമൻറ്റ് ഇട്ടതുകൊണ്ടും ആ സബ്സ്ക്രിപ്ഷൻ അവിടെ കിട്ടാൻ പോകുന്നില്ല. ഒരു വീഡിയോ, ഒരാളുടെ ചാനൽ സബ്സ്ക്രിപ്ഷൻ നിലനിൽക്കണമെങ്കിൽ ആ ചാനലിൽ ഒരു വീഡിയോയിൽ 3 മിനിറ്റെങ്കിലും ആ വീഡിയോ നമ്മൾ കണ്ടിരിക്കണം. ലോങ് വീഡിയോ 3 മിനിറ്റെങ്കിലും കണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ അവിടെ നിലനിൽക്കുള്ളൂ. അല്ലാത്ത പക്ഷം ഇപ്പോൾ 100 പേരാണ് ആ ചാനലിൻ്റെ സബ് മെമ്പേഴ്സ് 100 പേരാണെങ്കിൽ നമ്മൾ കയറി സബ് ചെയ്ത് കഴിഞ്ഞാൽ 101 അവിടെ കാണിക്കും. പക്ഷെ ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ അത് പോകും, വീണ്ടും 100ലേക്ക് വരും, അത് കിട്ടില്ല. അപ്പം നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സബ്സ്ക്രിപ്ഷൻ അതിനൊരു വിലയുണ്ട്, അതവിടെ നിലനിൽക്കണം എന്ന് തോന്നുവാണെങ്കിൽ ദയവ് ചെയ്ത് ഫ്രണ്ട്സ്, ഇത് കാണുന്നവർ തുടക്കക്കാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അതിൽ സബ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോ കാണുകയാണെങ്കിൽ ഒരു 4-5 ഷോർട്ട് വീഡിയോ കാണുക. അത് കുറച്ചല്ലേ ഉള്ളൂ, 4-5 ഷോർട്ട് വീഡിയോ കാണുക. കാണുന്നതിലെല്ലാം ലൈക്ക് ചെയ്യുക, നിങ്ങളത് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് കിട്ടും, പിന്നെ ആ സബ്സ്ക്രിപ്ഷൻ അവിടെ നിലനിൽക്കും. അല്ലാതെ ഒരു ഷോർട്ടിൽ കയറി നിങ്ങൾ ലൈക്ക് ചെയ്ത് ഒരു കമൻറ്റ് ഇട്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല. അപ്പം നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ, ഒരു സബ്സ്ക്രിപ്ഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിലനിൽക്കുന്ന പോലെ ചെയ്യുക. ഇപ്പം എല്ലാവരും ലൈവിൽ കയറുമ്പോഴും ഞാനിത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം കുറേ നീണ്ടത്, ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, നീണ്ടത് ഞാൻ എഴുതിയിടുമ്പോൾ കുറച്ച് പേരത് സ്കിപ്പ് ചെയ്യുന്നു. അത് കുറച്ച് ലോങ് അല്ലേ. നമ്മൾ എഴുതിയിടുന്നവർ മെനക്കെട്ട് എഴുതിയിടുന്ന എന്താണ് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് കിട്ടാനാണ്. നമ്മളങ്ങനെ ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ കുറേ പേർക്ക് ഇത് മനസ്സിലാവാത്തത്, ഇപ്പം എല്ലാവരും തുടക്കക്കാരായതുകൊണ്ട് അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അറഞ്ചും പുറഞ്ചും പോയിട്ട് എല്ലാവരും പോയി നോക്കും, സബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഒരു ഹാർട്ടൊക്കെ ഇടും, ഞാൻ വന്നു എന്നുള്ളത് ആയിരിക്കും. അങ്ങനെ ചിലപ്പോൾ ഒരു ലൈവിൽ കയറുന്നവർക്ക് കുറേ പേർക്ക് ഒരു 5-6 സബ്സ്ക്രിപ്ഷനൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ ഒരു ദിവസം കഴിയുമ്പോൾ ആ കൗണ്ട് അവിടെ കുറഞ്ഞു വരും, ഉണ്ടാവില്ല, കിട്ടില്ല. ഇനി ഇത് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ, നിങ്ങളൊരു ചാനൽ തുടങ്ങുന്നവർ ടെക്നിക്കൽ സൈഡ് കുറേ ഇതുപോലെ വീഡിയോസ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്.
അതിൻ്റെ ഒരു ചാനൽ തുടങ്ങുമ്പോൾ മുതൽ അതിൻ്റെ മോണിറ്റൈസേഷനായി പേയ്മെൻറ്റ് വരുന്ന വരെയുള്ള ഭാഗങ്ങൾ അവർ ഓരോ വീഡിയോയും കുറേ എന്താ പറയുക പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുന്നതിനെ കുറിച്ചിട്ടെല്ലാം അവർ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് വീഡിയോ ചെയ്യാൻ നിൽക്കുക. എന്നിട്ട് അത് എങ്ങനെ കൊണ്ടുപോകണം നിൽക്കുക. അല്ലാതെ നിങ്ങൾ ലൈവിൽ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ആ സബ് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 4 ഷോട്ടെങ്കിലും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവരുടെ ഒരു ലോങ് വീഡിയോ എടുക്കുക, 3 മിനിറ്റെങ്കിലും നിങ്ങളത് കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്കും ആ സബ്സ്ക്രിപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നവർക്കും കിട്ടുള്ളൂ. നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവർക്കും കിട്ടുള്ളൂ. ഇന്ന് ഞാനിപ്പോൾ ഇത് പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 1-2 ലൈവിൽ ഞാനിങ്ങനെ ലോങ് ആയിട്ട് ഇട്ടപ്പം അവർക്കത്, കാരണം അവരത് വായിച്ചാൽ എത്ര പേരത് മനസ്സിലാക്കും എന്നുള്ളത് അറിയാത്തതുകൊണ്ടോ സ്പീഡിൽ അവരെല്ലാവരുടെ പേരും ഹായ് ഫ്രണ്ട്സ് എന്നെ കൂട്ടാക്കുമോ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, അല്ലെങ്കിൽ ഊണ് കഴിച്ചോ, ചായ കുടിച്ചോ എന്ന് പറയുന്ന പോലെയുള്ള ആ ഷോർട്ട് കമൻറ്റുകൾ മാത്രം പറയുന്നു, വായിക്കുന്നു, വിടുന്നു. അപ്പോൾ 1-2 ഇടത്ത് ഞാൻ ഈ ലോങ് അതായത് ഒരു പാരഗ്രാഫ് പോലെ എഴുതിയത് അവർ സ്കിപ്പ് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ടൈമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം പറഞ്ഞ് വായിച്ചു കഴിയുമ്പോൾ എത്ര പേര് അത് മനസ്സിലാക്കുന്നു എന്നുള്ളതും ചിലപ്പോൾ അറിയില്ല, അതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ അല്ലെങ്കിൽ കാണുന്നില്ലായിരിക്കും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അപ്പം ഇങ്ങനെ കമൻ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്നും ഞാൻ എന്നോട് കൂട്ടാക്കുമോ എന്ന് ചോദിച്ചവരടുത്ത് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഫ്രണ്ട്സ് നിങ്ങൾക്ക് കൂട്ട് വേണമെങ്കിൽ 7:30 എൻ്റെ ലൈവ് ഉണ്ട്, നിങ്ങൾ വരൂ, അവിടെ പറഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും എന്ന് മാത്രം പറഞ്ഞു. കാരണം വെറുതെ നമ്മൾ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ന്യൂ കമേഴ്സ്, നിങ്ങൾക്ക് വളരെ കഷ്ടപ്പാടുണ്ട്. നമ്മൾ അങ്ങനെ ഈസി ആയിട്ടൊന്നും അങ്ങനെ കിട്ടില്ല. അതുപോലെ ഹായ് കൂട്ടുകാരെ, നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞാലും അവർ ആ പറഞ്ഞതിന് വേണ്ടി ഒന്ന് സബ് ചെയ്ത് ഒരു ലൈക്ക് ചെയ്തുകൊണ്ടും നമുക്ക് ആ സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ പോകുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ഒരു ചാനലിന് സബ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ലോങ് വീഡിയോ എടുക്കുക, ഒരു 3 മിനിറ്റ് വീഡിയോ കാണുക. നിങ്ങൾ അവരെ കൂട്ടാക്കി എന്ന് അവർക്ക് അറിയണമെങ്കിൽ അത് ലൈക്ക് ചെയ്ത് അവിടെ ഒരു കമൻറ്റ് ഇടുക. അതല്ലാത്ത പക്ഷെ 3 മിനിറ്റിൽ നിങ്ങൾക്ക് ടൈമില്ല, എല്ലാവർക്കും ടൈം ഇല്ലാത്തതാണല്ലോ പ്രശ്നം. ടൈമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ ഒരു 3-ൽ കൂടുതൽ ഒരു ഷോർട്ട് വീഡിയോസൊക്കെ നിങ്ങൾ കാണുക, അത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ എന്ന ഐഡിക്കും ഒരു വാല്യൂ ഉണ്ട്. അപ്പം നമ്മുടെ ഐഡി നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പ് ആകണമെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ അതിന് അവിടെ നിലനിൽക്കണം എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ സബ് ചെയ്യുന്നത് മാത്രമല്ല, ഒരു 4 ഷോട്ടെങ്കിലും ചുരുങ്ങിയത് അത് കണ്ട് ചെയ്തെങ്കിൽ മാത്രമേ അവർക്കത് കിട്ടുള്ളൂ. അല്ലാതെ പേരിനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വന്നു കണ്ടു കീഴടക്കി എന്ന് പറയില്ലേ, അതുപോലെ ഞാൻ വന്നു നിങ്ങളെ ഹെൽപ്പ് എന്നുള്ളത് ആവരുത്. എല്ലാം നമ്മൾ ബോധിപ്പിക്കലാകരുത്. അറ്റ്ലീസ്റ്റ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അപ്പം അതുപോലെ നിങ്ങളിലേക്കും നിങ്ങളെ കൂട്ടാക്കുമോ എന്ന് ചോദിക്കുന്നവർ നിങ്ങൾ പറയണം കൂട്ടാക്കിയിട്ട് അങ്ങനെ സബ് ചെയ്തിട്ട് മാത്രം പോയതുകൊണ്ട് അത് കിട്ടില്ല. അപ്പം നിങ്ങൾക്കും ഒരു 4 ഷോട്ടിങ് നിങ്ങളുടെയെങ്കിലും കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കും അത് ആ സബ്സ്ക്രിപ്ഷൻ നിലനിൽക്കുള്ളൂ. പിന്നെ കുഞ്ഞു ഷോർട്ട് വീഡിയോ ഇട്ടതുകൊണ്ട് മാത്രം നമ്മുടെ ചാനൽ അങ്ങനെ ഒരുപാട് അങ്ങനെ മൂവായി പോകില്ല. അപ്പം നിങ്ങൾ ഒരു 4 മിനിറ്റോ 5 മിനിറ്റോ ഉള്ള ലോങ് വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പുതിയ ആളുകൾ നിങ്ങൾ സബ് ചെയ്യാൻ വരുമ്പോഴും അവരോട് പറയുക ലോങ് വീഡിയോ ഒരു 3 മിനിറ്റെങ്കിലും നിങ്ങൾ കാണാൻ ശ്രമിക്കൂ എന്ന് പറയുക. ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ ഇതിന് കുറച്ച് മിനിറ്റ് എടുത്തു. ഇത് ഇത്രയും നമുക്കത് ആ ഒരു ലൈവിൽ കയറിയിട്ട് അല്ലാതെ ഇങ്ങനെ കമൻറ്റിലൂടെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത്. അപ്പം നിങ്ങൾ ആരെങ്കിലും തുടക്കക്കാർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കുറേ പേര് കണ്ടാലെങ്കിലും തുടക്കക്കാരിൽ 1-2 പേർക്കെങ്കിലും ചിലപ്പോൾ യൂസ് ആകുവാണെങ്കിലോ, അതുകൊണ്ട് മാത്രം പറഞ്ഞാണ്. അപ്പോൾ ഓക്കെ, ബൈ, പിന്നെ വരാവേ.